സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു അനാമികയുടെയും വിഷ്ണുവിൻ്റെയും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം പണിപ്പെടാതെ തന്നെ സെലിബ്രിറ്റികളായി മാറുകയും ചെയ്തു. കഴിഞ്ഞ മാസം 1 ലക്ഷത്തിനടുത്താണ് അനാമികയുടെയും വിഷ്ണുവിൻ്റെയും യൂട്യൂബ് വരുമാനം മാത്രം. ഇതേ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇവർക്ക് പണി കൊടുത്തതും. സ്വന്തം ജീവിതം പബ്ലിക്കാക്കിയപ്പോൾ ആളുകൾക്ക് തോന്നിയ ചില സംശയങ്ങൾ. ഗർഭവും പ്രസവവും ചോദ്യം ചെയ്യപ്പെട്ടു. 5-ാം മാസത്തിലെ വളക്കാപ്പും 8-ാം മാസത്തിലെ പ്രസവവും ചർച്ചയായി. ഒടുവിൽ പ്രേക്ഷകരിൽ ഒരാൾ തന്നെ പോലീസിൽ പരാതി കൊടുത്തു. 4 വർഷങ്ങൾക്ക് മുമ്പാണ് അനാമിക അനാഥാലയത്തിലെത്തുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-നാണ് അനാമിക പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിന് ജന്മം നൽകിയത്. 2024 ഒക്ടോബർ 9-നാണ് അനാമികയ്ക്ക് 18 വയസ്സ് പൂർത്തിയായത്. 18 വയസ്സ് പൂർത്തിയായി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമായിരുന്നു അനാമികയുടെയും വിഷ്ണുവിൻ്റെയും വിവാഹം. 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അനാമിക ഗർഭിണി എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് വിഷ്ണുവിനെതിരെ കേസ് എടുത്തിട്ടുള്ളത്. വിഷ്ണുവും ഗിരിജയും ഒളിവിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുഞ്ഞുമായി ഒറ്റയ്ക്കായതോടുകൂടി ഈ വീടുപേക്ഷിച്ച് വീണ്ടും അനാഥാലയത്തിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അനാമികയ്ക്ക്. വിവാഹം കഴിഞ്ഞതോടെ അമ്മ വെച്ച് നൽകിയ പുതിയ വീട്ടിലായിരുന്നു അനാമികയും വിഷ്ണുവും താമസിച്ചിരുന്നത്.